വൈദേശിക ശക്തികളുടെ ആക്രമണത്തിന്റെ ഫലമായി നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും ചിലത് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളുമായി മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കാലക്രമത്തിൽ നിരവധി പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എങ്കിലും ചില പഴയകാല ക്ഷേത്രങ്ങൾ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. കാണാം ദീപാരാധന കാഴ്ചകൾ. ഷഡാനനം ചന്ദനലേപിതാംഗം മഹോരസം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ഹൈന്ദവ ആരാധനയിലെ ദേവീദേവന്മാരുടെ പുരാണ കഥകളേറെയും വടക്കേ ഇന്ത്യയും പരിസര പ്രദേശങ്ങളും പശ്ചാത്തലമാക്കിയുള്ളവയാണ്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സുബ്രഹ്മണ്യന്റെ കഥ. കൈലാസത്തിലെ വാസസ്ഥാനം ഉപേക്ഷിച്ച് ദക്ഷിണ ഭാരതത്തിലെ ദ്രാവിഡ ജനതയ്ക്കിടയിലെത്തി കുടികൊണ്ട ദേവനാണ് സുബ്രഹ്മണ്യൻ. അതുകൊണ്ട് തന്നെ തെക്കേ ഇന്ത്യയിൽ ധാരാളം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കണ്ടുവരുന്നു. ഹൃദയത്തേൻ കാവളിരമയും കാമധേനുവും രവിയും ഭൂമി ദേവിയും അഗ്നിയും തിരുവനന്തപുരം നഗരമധ്യത്തിൽ തമ്പാനൂരിനും ഭരണസിരാകേന്ദ്രമായ സ്റ്റാച്യുവിനും ഇടയ്ക്കായി പുത്തൻചന്ത എന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് മതിലകം രേഖകളിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വേദസാരം സംഗ്രഹിച്ച പഴമേ. തലക്കുളത്ത് തമ്പി എന്നറിയപ്പെട്ടിരുന്ന വേലായുധൻ ചെമ്പകരാമൻ തമ്പി തിരുവിതാംകൂറിന്റെ ദളവയായി നിയമിതനാകുന്ന കാലം, അതായത് AD 1801. ഇന്നത്തെ തമിഴ്നാട്ടിൽ ഉൾപ്പെട്ട കന്യാകുമാരി ജില്ലയിലുള്ള തലക്കുളത്ത് ജനിച്ചു വളർന്ന വേലുത്തമ്പിയുടെ പ്രധാന ആരാധനാമൂർത്തി കുമാരകോവിൽ മുരുകനായിരുന്നു. എന്നാൽ തൊഴിൽപരമായ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് താമസമാക്കിയതോടെ നിത്യേന കുമാരകോവിൽ സന്ദർശിക്കുന്നതിന് സാധ്യമല്ലാതെ വന്നു. ആ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രം പണിത് ബാലസുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. അപ്രകാരമാണ് മേലെ തമ്പാനൂർ പുത്തൻചന്ത ഭാഗത്തായി ഒരു ക്ഷേത്രപ്പണി ആരംഭിച്ചത്. രവിയും ഭൂമി ദേവിയും അഗ്നിയും AD 1808 ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതെന്ന് മതിലകം രേഖകളിൽ കാണുന്നു. ആ രേഖ പ്രകാരം ഇവിടെ പ്രതിഷ്ഠ നടന്നത് 1809, അതായത് കൊല്ലവർഷം 983 ഇടവം 19 പുരാരേഖകൾ പ്രകാരം 2000 പണമാണ് ക്ഷേത്ര നിർമ്മിതിക്കായി അക്കാലത്ത് ചെലവാക്കപ്പെട്ടത്. അതാകട്ടെ ഒരു ചില്ലിക്കാശ് പോലും പൊതുഖജനാവിൽ നിന്ന് എടുക്കാതെ സ്വന്തം വരുമാനത്തിൽ നിന്നാണ് ദളവ ചെലവഴിച്ചതെന്നും അതിൽ കാണുന്നു. വേലുത്തമ്പി ദളവയുടെ കാലത്ത് തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന രേഖകളിൽ നിന്ന് വായിച്ചറിഞ്ഞിട്ടുള്ള ഈ അമ്പലത്തിൽ മുരുകൻ ബാലഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാമൃതം ഏകിനി കനിഞ്ഞേകിനി പഞ്ചപാപമൊക്കെയും തീർക്കേണമേ. പുഞ്ചിരിപ്പൊൻ പഞ്ചാമൃതം ഏകിനി കനിഞ്ഞേകിനി പഞ്ചപാപമൊക്കെയും. വേലുത്തമ്പിയുടെ നീതിബോധത്തിനും ഈശ്വരനോടുള്ള അർപ്പണ മനോഭാവത്തിനും തെളിവാണ് ഈ രേഖ നൽകുന്ന വിവരങ്ങൾ. എന്നാൽ 1809 മാർച്ച് 29 ബ്രിട്ടീഷുകാരാൽ വേട്ടയാടപ്പെട്ട തമ്പി മണ്ണടിയിൽ എത്തിച്ചേർന്നു. ശത്രുവിന് പിടികൊടുക്കാതെ ജീവത്യാഗം ചെയ്ത അദ്ദേഹത്തിന്
ഈ ക്ഷേത്രത്തിൽ വന്ന് തന്റെ ആരാധനാമൂർത്തിയെ ഒരിക്കലെങ്കിലും ആരാധിക്കാൻ കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമായ സത്യമായി അവശേഷിക്കുന്നു. ആദ്യകാലങ്ങളിൽ ക്ഷേത്രഭരണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയാണ് നടത്തി വന്നത്. എന്നാൽ 1950 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രഭരണം തിരുവിതാംകൂർ ദേവസ്വത്തിന് കൈമാറി. ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, നടപ്പന്തൽ എന്നിങ്ങനെ ഒരു ക്ഷേത്രത്തിന് വേണ്ട എല്ലാ നിർമ്മിതികളും ഏതാണ്ട് 65 സെന്റ് സ്ഥലം അടങ്ങുന്ന ക്ഷേത്രവളപ്പിൽ കാണാം. ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുബ്രഹ്മണ്യന്റെ ശിലാവിഗ്രഹത്തിന് 105 സെന്റിമീറ്റർ ഉയരമുണ്ട്. ചതുർബാഹുവായാണ് സുബ്രഹ്മണ്യൻ ഇവിടെ കുടികൊള്ളുന്നത്. വലത്ത് മുകളിലത്തെ കരത്തിൽ വാളും ഇടത്ത് മുകളിലെ കരത്തിൽ വേലും ധരിച്ചിരിക്കുന്നു. വലത് താഴെയുള്ള കൈയിൽ അഭയമുദ്രയും ഇടത് താഴെയുള്ള കൈയിൽ വരദമുദ്രയും ധരിച്ചാണ് ദേവസേനാപതിയായ സുബ്രഹ്മണ്യൻ ഇവിടെ കുടികൊള്ളുന്നത്. ഗണപതി, ശിവൻ, അയ്യപ്പൻ എന്നീ ആരാധനാമൂർത്തികളും ഇവിടെ ഉപദേവതമാരായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഗണപതി, ഗുരുവിൻ്റെ ഭാവത്തിൽ മഹാദേവൻ, ശാസ്താവ്, സർപ്പങ്ങൾ, ഇത്രയും പേരാണ് ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ അയ്യപ്പൻ കുടികൊള്ളുന്ന ക്ഷേത്രം. ഇത് ശബരിമലയിലേക്ക് നിർമ്മിച്ച വിഗ്രഹം ആണെന്നാണ് പറയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ നിന്നും ശബരിമലയിലേക്ക് വിഗ്രഹപ്രതിഷ്ഠ ആവശ്യമായി വന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ച 3 പഞ്ചലോക വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. പഞ്ചാമൃതം, അപ്പം, അരവണ എന്നിവയാണ് ഇവിടത്തെ പ്രധാന നിവേദ്യങ്ങൾ. തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠിയാണ് പ്രധാന ഉത്സവം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക, മകരത്തിലെ തൈപ്പൂയം, ഇടവത്തിലെ വൈശാഖ വിശാഖം തുടങ്ങി ദിനങ്ങളും ഇവിടെ ആഘോഷങ്ങളാണ്. വൈകാശി വിശാഖം, തൈപ്പൂയം എന്നിവയൊക്കെയാണ് ഈ അമ്പലത്തിൽ പ്രധാന ആട്ടവിശേഷങ്ങളായിട്ട് ആചരിച്ചു വരുന്നത്. അതിൽ സ്കന്ദഷഷ്ഠി, തുലാമാസത്തിൽ വരുന്ന ഷഷ്ഠിയാണ് ഇവിടുത്തെ ഉത്സവം. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. അതിൽ നാനാദേശത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ ഷഷ്ഠിവ്രതം എടുക്കാനായി വരുന്നുണ്ട്. അപ്പോൾ ആ ചൊവ്വാപ്രീതിക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നടത്തുന്ന, എല്ലാ ചൊവ്വാഴ്ച തോറും നടത്തുന്ന ഒരു വഴിപാടാണ് കുജദോഷ നിവാരണ പൂജ എന്ന് പറയുന്നത്. അഭിഷേകം മുതലുള്ള എല്ലാ പൂജകളും അവരുടെ പേരും നാളും പറഞ്ഞ് തന്നെ നടത്തുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒറ്റ നാരങ്ങ വഴിപാട് എന്ന് പറയുന്ന സുബ്രഹ്മണ്യന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള കാര്യം. അത് സർവാഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടാണ്. ക്ഷേത്രങ്ങളാൽ സമൃദ്ധമായ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വേലുത്തമ്പിയുടെ സ്വപ്നക്ഷേത്രം അനേകം ഭക്തർക്ക് സ്വപ്ന സാക്ഷാത്കാരം നേകി നിലകൊള്ളുന്നു. ശിവപൊരുളാർമെൻ ഗുരുപരനാരുളുന്നു. തിരുപ്പരംകുന്നിൽ ശിവപൊരുളാർമെൻ ഗുരുപരനാരുളുന്നു. ഒരു പുകൾ പേരും അറുമുഖനേ നിൻ തിരുക്കഴൽ ഞാൻ പണിയുന്നു. മുരുക തിരുക്കുറൽ ഞാൻ നുകരുന്നു.
പുറംകണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പലതും അകക്കണ്ണുകൊണ്ട് കാണാം. അതിനാൽ അകക്കണ്ണ് തുറന്നു വെക്കുക. എന്തിനേയും മുൻകൂട്ടി കാണാനുള്ള അതിൻ്റെ കഴിവ് നിങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.